പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ ഭീഷണി പ്രസംഗവുമായി ലീഗ് നേതാവ്. കോഴിക്കോട് ഉള്ളിയേരി പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെയാണ് മുസ്ലിം ലീഗ് ബാലുശ്ശേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് സാജിദ് കോറോത്ത് ഭീഷണി പ്രസംഗം നടത്തിയത്. സെക്രട്ടറി വീൽചെയറിൽ നാട്ടിലേക്ക് പോകേണ്ട ഗതി ഉണ്ടാക്കരുത് എന്നായിരുന്നു ലീഗ് നേതാവിന്റെ പരാമർശം. ആ പഞ്ചായത്ത് സെക്രട്ടറിയോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, അങ്ങ് കൊല്ലത്ത് നിന്ന് അദ്ദേഹം ഇവിടെ വന്ന സമയത്ത് 2 കാലിലാണ് നിങ്ങൾ വന്നതെങ്കിൽ തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ വീൽ ചെയറിൽ ഉന്തിക്കൊണ്ടുപോകുന്ന ഗതികേടിലേക്ക് നിങ്ങൾ ഉണ്ടാക്കരുത് എന്ന് നിങ്ങളോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ആരെങ്കിലും റോഡിലൂടെ പോകുമ്പോൾ നിങ്ങളുടെ കരുണക്കുറ്റിക്കൊന്നും തന്നാൽ അത് അധികമാവുകയില്ല. അത്രത്തോളം തമ്മാടിത്തവും ചെറ്റത്തരവും തോന്നിവാസവുമാണ് ഈ സെക്രട്ടറി ഇവിടെ വെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിട്ട ആ ട്രൗസർ ഉണ്ടല്ലോ, ആ ട്രൗസറിന്റെ അടിയിലുള്ള ആ ചുവപ്പ് കോണവും കഴിച്ച് എറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ അതിനെ അനുഭവിക്കുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കുവാനുള്ളത്. ഷബീർ ഉമർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷബീർ, ഇങ്ങനെയൊരു ഭീഷണി പ്രസംഗം, ഇതിന്റെ പിന്നിലെ കാരണം എന്താണ് ഈ പഞ്ചായത്ത് സെക്രട്ടറിക്ക് എന്താണ് പ്രശ്നം? വിവരങ്ങൾ എങ്ങനെ? ഒരു പ്രതിഷേധ പരിപാടിയിലായിരുന്നു മുസ്ലിം ലീഗ് ബാലുശ്ശേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് സാജിദ് കോറോത്തിന്റെ ഈ ഭീഷണി പ്രസംഗം. ഈ പ്രതിഷേധത്തിലേക്ക് നയിച്ചത് വാർഡ് വിഭജനത്തിൽ, അതായത് ഉള്ളിയേരി ഗ്രാമപഞ്ചായത്തിലെ വാർഡ് വിഭജനത്തിലും ഒപ്പം തന്നെ വോട്ടർ പട്ടികയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കിയതിലും പഞ്ചായത്ത് സെക്രട്ടറി പക്ഷപാതപരമായ നിലപാട് സ്വീകരിച്ചു എന്ന് ആരോപിച്ചാണ് UDF ഈ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഈ പ്രതിഷേധത്തിനിടെയാണ് ഈ ലീഗിന്റെ ബാലുശ്ശേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് സാജിദ് കോറോത്ത് ഈ പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ടുള്ള ഉള്ളിയേരി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ആയിട്ടുള്ള സുനിൽ ഡേവിസിനെ ഭീഷണിപ്പെടുത്തുന്നത്. അദ്ദേഹം പറയുന്നത്, ഈ സുനിൽ ഡേവിസ്, പഞ്ചായത്ത് സെക്രട്ടറി സുനിൽ ഡേവിസ് കൊല്ലത്ത് നിന്ന് ഉള്ളിയേരിയിലേക്ക് വന്നത് 2 കാലിലാണെങ്കിൽ തിരികെ വീൽ ചെയറിൽ പോകേണ്ട ഗതികേട് ഉണ്ടാക്കരുത് എന്നാണ് സാജിദ് കോറോത്ത് പറയുന്നത്. അദ്ദേഹത്തിന്റെ നടപടികളെ വിമർശിച്ച് പ്രസംഗിക്കുന്നതിനിടെയാണ് ഈ സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തി അദ്ദേഹത്തിന് കയ്യും കാലും നഷ്ടമാകുമെന്ന നിലയ്ക്ക്, അദ്ദേഹത്തിന് മർദ്ദനമേൽക്കും, ആക്രമിക്കുമെന്ന നിലയ്ക്ക് ഭീഷണിപ്പെടുത്തി സാജിദ് കോറോത്ത് പ്രസംഗിച്ചത്. എന്തായാലും അല്പസമയം മുമ്പാണ്, ഏതാണ്ട് 11 മണിയോട് കൂടിയാണ് ഈ പ്രതിഷേധം നടന്നത്. പോലീസ് നടപടി സ്വീകരിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇതിൽ പരാതിയുമായി സെക്രട്ടറി പോകുമോ എന്നതിലും ഇപ്പോൾ വ്യക്തതയില്ല. അത്തരം നടപടികളിലേക്ക് കൂടി ഒരുപക്ഷെ കടന്നേക്കും. ശരി ഷബീർ.